Hi students, welcome back. Today we are going to discuss about Van de Graaff generator. Okay, Van de Graaff എന്ന് പറയുന്ന ഈ ഡിവൈസ് നമ്മൾ യൂസ് ചെയ്യുന്നത് എനർജിയെ എന്തുവരും 20 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ഓഫ് എനർജി നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് വാൻ ഡി ഗ്രാഫ് ജനറേറ്റർ. അല്ലെങ്കിൽ ഈ വാൻ ഡി ഗ്രാഫ് ജനറേറ്റർ വെച്ചിട്ട് നമുക്ക് ഓൾമോസ്റ്റ് എന്തുവരും 20 മെഗാ ഇലക്ട്രോൺ വോൾട്ട് അല്ലെങ്കിൽ മെഗാ ഇലക്ട്രോൺ വോൾട്ട് ഓഫ് എനർജീസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു ഡിവൈസ് ആണ് വാൻ ഡി ഗ്രാഫ് ജനറേറ്റർ. ഓക്കെ, ഈ എനർജി വാല്യൂ ഇത്രയും ഇൻക്രീസ് ചെയ്യുന്നത് നമ്മൾ എന്ത് ചെയ്യാണ്, പൊട്ടൻഷ്യലിനെ കൂട്ടിയാണ്. ഓക്കെ, അപ്പോ ഈ ഡിവൈസ് എന്ത് ചെയ്യും, പൊട്ടൻഷ്യലിനെ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ്. പൊട്ടൻഷ്യൽ കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ചാർജ്ഡ് പാർട്ടിക്കിൾസിന്റെ എനർജി മെഗാ ഇലക്ട്രോൺ വോൾട്ട് ഓഫ് എനർജിയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇൻക്രീസ് ചെയ്യിക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇനി ഇതിന്റെ ആക്ഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ ബിഹൈൻഡ് ദിസ് വാൻ ഡി ഗ്രാഫ് ജനറേറ്റർ എന്നു പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കൊരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റ് അല്ലെങ്കിൽ ഒരു മെറ്റാലിക് കണ്ടക്ടർ ഉണ്ട്, ചാർജ്ഡ് മെറ്റാലിക് കണ്ടക്ടർ ഉണ്ട്. ഈ ചാർജ്ഡ് മെറ്റാലിക് കണ്ടക്ടറിനെ നമ്മൾ ഡിസ്ചാർജിങ് പോയിന്റ് ആയിട്ട് എടുക്കും, കാരണം ഇതിനകത്ത് ചാർജ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ചാർജ്ഡ് മെറ്റാലിക് കണ്ടക്ടർ ആണ്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യും, ഡിസ്ചാർജിങ് പോയിന്റ് ആയിട്ട് എടുക്കും. ഇനി ഈ ഡിസ്ചാർജിങ് പോയിന്റില് എന്തുവരും, ഒരു ഇലക്ട്രിക്കൽ കോണ്ടാക്ട് എന്തുമായിട്ട്, ഒരു ഹോളോ കണ്ടക്ടറുമായിട്ട്, അൺചാർജ്ഡ് ആയിട്ടുള്ള ഒരു ഹോളോ കണ്ടക്ടറുമായിട്ട് ഇലക്ട്രിക്കൽ കോണ്ടാക്ട് വന്നാൽ എന്ത് സംഭവിക്കും, ഈ ഡിസ്ചാർജിങ് പോയിന്റിൽ നിന്ന് ചാർജ് എങ്ങോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും, ഈ ഹോളോ കണ്ടക്ടറിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഓക്കെ, അപ്പോ നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത്, ഡിസ്ചാർജിങ് ആക്ഷൻ ഓഫ് ചാർജ് അല്ലെ, ഡിസ്ചാർജിങ് ആക്ഷൻ ഓഫ് ചാർജ് ഇവിടെ നടക്കുന്നുണ്ട്. പിന്നെ കളക്ടിങ് ആക്ഷൻ ഓഫ് ചാർജും നമുക്കിവിടെ ഉണ്ട്. ഓക്കെ, അപ്പൊ ഡിസ്ചാർജിങ് ആക്ഷനും കളക്ടിങ് ആക്ഷനും, അല്ലെങ്കിൽ നമുക്ക് പറയാം എന്തെന്ന് പറയാം, ഒരു ചാർജ്ഡ് കണ്ടക്ടർ when it is in electrical contact with an uncharged conductor, then charge get transferred from അല്ലെ, ചാർജ് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ നിന്ന് ഇങ്ങോട്ട് എന്ത് ചെയ്യും, ചാർജ് ട്രാൻസ്ഫറിങ് നടക്കും. ഓക്കെ, അതാണ് ഇവിടുത്തെ പ്രിൻസിപ്പിൾ. അപ്പൊ വാൻ ഡി ഗ്രാഫ് ജനറേറ്ററിന്റെ പ്രിൻസിപ്പിൾ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറഞ്ഞാൽ മതി, when a charged conductor is in electrical contact with the uncharged conductor, charge get transferred from charged conductor to uncharged conductor. ചാർജ്ഡ് കണ്ടക്ടറിൽ നിന്ന് അൺചാർജ്ഡ് കണ്ടക്ടറിലേക്ക് ചാർജ് എന്ത് ചെയ്യും, ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, അതാണ് പ്രിൻസിപ്പിൾ ഓഫ് വാൻ ഡി ഗ്രാഫ് ജനറേറ്റർ. ഓക്കെ, ഇനി നമുക്ക് വാൻ ഡി ഗ്രാഫ് ജനറേറ്ററിന്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണെന്നൊന്ന് നോക്കാം. വാൻ ഡി ഗ്രാഫ് ജനറേറ്ററിന്റെ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ചെറിയ അല്ലെ കണ്ടക്ടർ അവിടെ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. ഇതിന് നമുക്ക് അല്ലെ പുള്ളി എന്ന് പറയുന്നത് പുള്ളീസ് ആയിട്ടാണ്, 2 പുള്ളീസ് ആണുള്ളത്, P1 ആൻഡ് P2. ഈ 2 പുള്ളീസിനെയും തമ്മിൽ കണക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ബെൽറ്റ്, ഇൻസുലേറ്റഡ് ബെൽറ്റ് ആണ്. ഇൻസുലേറ്റഡ് ബെൽറ്റ് ഇതിനെ രണ്ടിനെയും കൂടെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഇവിടെ ഒരു ബ്രഷ് കൺസ്ട്രക്ട് ചെയ്യാം. ഒരു ബ്രഷ് ഉണ്ട്. ഈ ബ്രഷ് വഴി ഇവിടെ ഒരു എന്തോരം ചാർജ് പ്രൊവൈഡ് ചെയ്യുന്ന സോഴ്സ് ഉണ്ട്. ഓക്കെ, സോഴ്സ് വഴി ഇവിടെ നിന്ന് എന്ത് ചെയ്യും, ചാർജ്, പോസിറ്റീവ് ചാർജ് ഇതിനകത്തേക്ക് പ്രൊവൈഡ് ചെയ്യും. ആ പോസിറ്റീവ് ചാർജ് എന്ത് ചെയ്യുന്നുണ്ട്, പോസിറ്റീവ് ചാർജിനെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഈ കൺവെയർ ബെൽറ്റ് വഴി ഈ പോസിറ്റീവ് ചാർജ് മേളിലേക്ക് വരികയാണ്. അങ്ങനെ പോസിറ്റീവ് ചാർജ് കൺവെയർ ബെൽറ്റ് വഴി മേളിലേക്ക് വന്നു കഴിയുമ്പോൾ ഇവിടെയും ഇതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ബ്രഷ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് B1 എടുക്കാം, ബ്രഷ് B1. ഇവിടെ നമുക്ക് ബ്രഷ് B2. ഓക്കെ, ഈ ബ്രഷിന് നമ്മൾ കോണ്ടാക്ട് കൊടുത്തിരിക്കുന്നത് ഒരു കണ്ടക്ടറിലേക്കാണ്, മെറ്റാലിക് കണ്ടക്ടറിലേക്കാണ്. ഓക്കെ, മെറ്റാലിക് കണ്ടക്ടറിലേക്ക് കൊടുത്തു. ഓക്കെ, അപ്പൊ ഈ മെറ്റാലിക് കണ്ടക്ടറിലേക്ക് നമ്മൾ ഈ ബ്രഷ് വഴി കണക്ഷൻ കൊടുത്തു കഴിയുമ്പോൾ എന്താ സംഭവിക്കുക, അവിടെ
ഇത് ഈ ബ്രഷിൽ നിന്ന് ഈ പോസിറ്റീവ് ചാർജ് എങ്ങോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ തുടങ്ങും? ഈ കണ്ടക്ടറിലേക്ക്, അല്ലെ? ഇങ്ങനെ കണ്ടക്ടറിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പൊ നമുക്ക് ഇങ്ങനെ വരച്ചു കഴിയുമ്പോൾ ഒരു അല്ലെ, ഇങ്ങനെ വരച്ചു കഴിയുമ്പോൾ നമുക്കൊരു ഡൗട്ട് തോന്നാം, ഇത് ഇങ്ങോട്ട് പോലില്ലേന്ന്. ഇത് നമുക്കൊരു ഇൻസുലേറ്റിംഗ് സപ്പോർട്ടാണ്. ഓക്കെ, ഇങ്ങോട്ടൊക്കെ ഒരു ഇൻസുലേറ്റിംഗ് സപ്പോർട്ട് സ്റ്റാൻഡ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയും ഇൻസുലേറ്റിംഗ് സപ്പോർട്ട് സ്റ്റാൻഡ് ആണ്. ഓക്കെ, അപ്പൊ നോക്കിക്കേ, സോഴ്സിൽ നിന്ന് പോസിറ്റീവ് ചാർജിനെ നമ്മൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ പോസിറ്റീവ് ചാർജ് കൺവെയർ ബെൽറ്റ് വഴി മേളിലെത്തി. അവിടെ നിന്ന് ബ്രഷ് എന്ത് ചെയ്യുന്നു? ആ ചാർജിനെ എടുത്തിട്ട് എന്തെന്ന് പറയാ, ഡിസ്ചാർജിങ് പോയിന്റ് എന്ന് പറയുന്നത് ഇതാണ്. ആ ഡിസ്ചാർജിങ് പോയിന്റിലേക്ക് കളക്ടിങ് പോയിന്റിലേക്ക് ചാർജ് എന്ത് ചെയ്യുന്നുണ്ട്? B2 എന്ന് പറയുന്ന ബ്രഷ് വഴി ഇങ്ങോട്ടെത്തി. അപ്പൊ ഈ എന്ത് വരുന്നുണ്ട്? മെറ്റാലിക് കണ്ടക്ടറിന്റെ സർഫസിലേക്ക് അത് എന്ത് ചെയ്യുന്നുണ്ട്? ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് നിൽക്കാണ്. ഓക്കെ, ഇതാണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ ഇവിടുത്തെ പൊട്ടൻഷ്യൽ എന്ത് ചെയ്യും? ഈ പോസിറ്റീവ് ചാർജ് ഇങ്ങനെ കൂടി വരുന്നതിന് അനുസരിച്ച്, അല്ലെങ്കിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന പോസിറ്റീവ് ചാർജിനനുസരിച്ച്, അല്ലെ, നമ്മൾ പഠിച്ചതാണ് Q ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു V ആണ്. ചാർജ് കൂടുന്നതിനനുസരിച്ച് അവിടുത്തെ പൊട്ടൻഷ്യൽ എന്ത് ചെയ്യും? കൂടും. അങ്ങനെ പൊട്ടൻഷ്യൽ കൂടി ഫൈനലി ഇതിന്റെ പൊട്ടൻഷ്യൽ എന്ത് വരും? ലാർജ് പൊട്ടൻഷ്യൽ ആവും. പൊട്ടൻഷ്യൽ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ എനർജി എന്താവും? നമ്മൾ പഠിച്ചിട്ടുണ്ട്, വർക്ക് ഡൺ W is equal to Q into V. V കൂടുന്നതിനനുസരിച്ച് ഇവിടുത്തെ എന്തുവരും? വർക്ക് കൂടും. വർക്ക് എന്ന് പറഞ്ഞാൽ എനർജി ആണല്ലോ. എനർജി എന്ത് ചെയ്യും? കൂടും, അല്ലെ? എന്നിട്ട് ആ എനർജി മെഗാ ഇലക്ട്രോൺ വോൾട്ട് ഓഫ് എനർജിയിലേക്ക് കൊണ്ടുവരും. ഓക്കെ, ഇനി നമുക്ക് അറിയേണ്ടത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഈ എനർജിയെ കൂട്ടുന്നത്, അല്ലെങ്കിൽ ഈ ഡിവൈസ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യാം? ഈ ഡിവൈസ് നമ്മൾ യൂസ് ചെയ്യുന്നത് വിച്ച് ഇസ് യൂസ്ഡ് ടു ആക്സിലറേറ്റ് ദ ചാർജ്ഡ് പാർട്ടിക്കിൾ. എന്താണ്? ചാർജ്ഡ് പാർട്ടിക്കിളിനെ ആക്സിലറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, പാർട്ടിക്കിളിനെ ആക്സിലറേറ്റ് ചെയ്യിക്കുക. ഓക്കെ, ആക്സിലറേറ്റ് ദ ചാർജ്ഡ് പാർട്ടിക്കിൾ. ഇനി ഈ ചാർജ്ഡ് പാർട്ടിക്കിളിനെ ആക്സിലറേറ്റ് ചെയ്യുകയാണെങ്കിൽ പാർട്ടിക്കിൾ ഏതൊക്കെയാണ്? നമുക്ക് ഇലക്ട്രോൺ എടുക്കാം, പ്രോട്ടോൺ എടുക്കാം, അല്ലെ? ഇലക്ട്രോൺ, പ്രോട്ടോൺ, പിന്നെ എന്തുവരും? അയോൺസ്. ഇതിനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇലക്ട്രോൺ, പ്രോട്ടോൺ, അയോൺസ്, ഇതിനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആക്സിലറേറ്റ് ചെയ്യിക്കാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ നമുക്ക് അറിയേണ്ടത് ഈ ചാർജ്ഡ് പാർട്ടിക്കിളിനെ ഇങ്ങനെ ആക്സിലറേറ്റ് ചെയ്യിച്ചിട്ട് എവിടെ യൂസ് ചെയ്യാനാ? ഓക്കെ, ഇത് യൂസ് ചെയ്യുന്നത് ന്യൂക്ലിയർ റിയാക്ടറിലേക്കൊക്കെ. ന്യൂക്ലിയർ റിയാക്ടറിലെ ചാർജിനെ എന്ത് ചെയ്യും? ആക്സിലറേറ്റ് ചെയ്യിച്ചിട്ട് അത് എന്ത് ചെയ്യാണ്? ടാർഗറ്റ് ന്യൂക്ലിയയിൽ വന്ന് കൊളൈഡ് ചെയ്യാണ്. അങ്ങനെ കൊളീഷൻ നടക്കുമ്പോഴാണ് അവിടെ എന്ത് ചെയ്യുക? ന്യൂക്ലിയർ ഫിഷൻ, ഫ്യൂഷൻ റിയാക്ഷൻസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ എന്ന് പറയുന്ന പോലെ അവിടെ എന്ത് ചെയ്യുക? റിയാക്ഷൻസ് നടക്കുക. ഓക്കെ, അപ്പൊ ന്യൂക്ലിയർ റിയാക്ടേഴ്സിലൊക്കെയാണ് ഇത്രയും ആക്സിലറേറ്റഡ് ആയിട്ടുള്ള ചാർജ്ഡ് പാർട്ടിക്കിളിനെ നമ്മൾ യൂസ് ചെയ്യുക. അപ്പൊ ജനറൽ ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടി. നമ്മളോട് സാധാരണ ഇവിടെ ചോദിക്കാറുള്ളത്, വാട്ട് ഈസ് ദ യൂസ് ഓഫ് ദിസ് വാൻ ഡി ഗ്രാഫ് ജനറേറ്റർ? വാൻ ഡി ഗ്രാഫ് ജനറേറ്ററിന്റെ യൂസ് എന്താന്ന് ചോദിക്കാം. യൂസ് എന്താണ്? യൂസ്ഡ് ടു ആക്സിലറേറ്റ് ദ ചാർജ്ഡ് പാർട്ടിക്കിൾ. ചാർജ്ഡ് പാർട്ടിക്കിളിനെ ആക്സിലറേറ്റ് ചെയ്യിക്കാനാണ്. ഇനി ഏതൊക്കെ ടൈപ്പ് ചാർജ്ഡ് പാർട്ടിക്കിളിനെ ആക്സിലറേറ്റ് ചെയ്യാം? ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ്, അയോൺസ്, അല്ലെ? ചാർജ് ഉള്ള പാർട്ടിക്കിൾസിന് ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ്, അയോൺസ്, ഇതിനെല്ലാം നമ്മൾ എന്ത് ചെയ്യും? ആക്സിലറേറ്റ് ചെയ്യിക്കും. ഇനി എത്രമാത്രം എനർജി വരെ ഇതിന് എന്ത് ചെയ്യാൻ പറ്റും? കൂട്ടാൻ പറ്റും? മെഗാ ഇലക്ട്രോൺ വോൾട്ട് ഓഫ് എനർജി. ഓക്കെ, ഇത് ആദ്യമേ ഉണ്ടാക്കിയിരുന്ന സമയത്ത്, അല്ലെങ്കിൽ ജനറേറ്റർ പ്രൊഡ്യൂസ് ചെയ്ത സമയത്ത് ഏകദേശം 1.5 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ഓഫ് എനർജി വരെ പറ്റുണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് കൂടി 5 ഇലക്ട്രോൺ വോൾട്ട് ആയി. ഇപ്പൊ അത് ഏകദേശം ഒരു 20 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ഇപ്പൊ കൂടി കാണും കേട്ടോ. അപ്പൊ 20 മെഗാ ഇലക്ട്രോൺ വോൾട്ട് വരെ കൂടിയതായിട്ട് ടെക്സ്റ്റിൽ വായിക്കുന്നുണ്ട്. അപ്പൊ 20 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ഓഫ് എനർജി വരെ, അല്ലെങ്കിൽ മെഗാ ഇലക്ട്രോൺ വോൾട്ട്സ് ഓഫ് എനർജി വരെ നമുക്ക് എനർജിയെ കൂട്ടാനായിട്ട് പറ്റും. ഓക്കെ, അങ്ങനെയുള്ള ഒരു ഡിവൈസ് ആണ് എന്തെന്ന് പറയാ? വാൻ ഡി ഗ്രാഫ് ജനറേറ്റർ. ഓക്കെ, ഇനി ഇവിടെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇത്രയും കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിച്ചിരിക്കാം. ഇനി ടെക്സ്റ്റിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ കൂടെ, വാട്ട് അബൌട്ട് ദ പൊട്ടൻഷ്യൽ ഓഫ് ഇന്നർ, അല്ലെ? ഉള്ളിലത്തെ കണ്ടക്ടറിന്റെ പൊട്ടൻഷ്യൽ എത്രയാണ്, പുറത്തെ പൊട്ടൻഷ്യൽ എത്രയാണ് എന്നുള്ള കാര്യങ്ങളും കൂടെ പറയുന്നുണ്ട്. അപ്പൊ ജസ്റ്റ് നമുക്കൊന്ന് അതും കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തേക്കാം. അപ്പൊ നമുക്ക് ആ പൊട്ടൻഷ്യലിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം?
ഒരു കണ്ടക്ടർ അല്ലെ, ഒരു കണ്ടക്ടർ എടുത്തു. ഈ കണ്ടക്ടറിന്റെ ചാർജ് എന്തായിട്ട് എടുത്തു? നമ്മള് സ്മോൾ ക്യൂ ചാർജ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഉള്ളിലുള്ള കണ്ടക്ടറിന്റെ ആണ്. അപ്പൊ ഇതിന്റെ ചാർജ് സ്മോൾ ക്യൂ ആണ്. സ്മോൾ ക്യൂ ആണെങ്കിൽ അവിടുത്തെ പൊട്ടൻഷ്യൽ എന്തായിട്ട് വരാം? ഇതിന്റെ റേഡിയസ് സ്മോൾ ആർ ആണെങ്കിൽ വാട്ട് അബൌട്ട് ദ പൊട്ടൻഷ്യൽ ഓൺ ദ സർഫസ്? Potential on the surface of the smaller sphere is equal to 1/4 pi epsilon 0 into q divided by r. ആണല്ലോ പൊട്ടൻഷ്യൽ. ഈ ചെറിയ സ്ഫിയറിന്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 1/4 pi epsilon 0 into q divided by r ആണ്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? ഔട്ടർ സ്ഫിയർ കൺസിഡർ ചെയ്യാണ്. ഓക്കെ, ഔട്ടർ സ്ഫിയർ കൺസിഡർ ചെയ്തു. ഇതിന്റെ ചാർജ് നമുക്ക് ഇതിന്റെ ചാർജ് കൂട്ടാം അല്ലെ? ക്യൂ ആയിട്ട് എടുക്കുകയാണ്. ക്യാപിറ്റൽ ക്യൂ ആണ് അതിന്റെ ചാർജ് എന്ന് എടുക്കുക. ഇതിലേക്കുള്ള റേഡിയസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആർ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഈ ചെറിയ സ്ഫിയർ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ എത്രയായിരിക്കും? അല്ലെ, ചെറിയ സ്ഫിയറിലെ ചാർജ് ക്യൂ ആണ്, സ്മോൾ ക്യൂ ആണ്. ആ സ്മോൾ ക്യൂ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ, വലിയ സ്ഫിയറിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ എത്രയായിട്ട് വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4 pi epsilon 0 into സ്മോൾ ക്യൂ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ ആർ. ഓക്കെ, അപ്പൊ നമ്മള് ചെറിയ സ്ഫിയർ കൊണ്ട് ചെറിയ സ്ഫിയറിന്റെ സർഫസിലും വലിയ സ്ഫിയറിന്റെ സർഫസിലും ഉണ്ടായിരിക്കുന്ന പൊട്ടൻഷ്യൽ നമ്മൾ എഴുതി. ഓക്കെ ആണല്ലോ. ഇനി ക്യാപിറ്റൽ ക്യൂ എന്ന് പറയുന്ന ചാർജ് കൊണ്ടുണ്ടാവുന്ന പൊട്ടൻഷ്യൽ എങ്ങനെ എഴുതാം? വലിയ സ്ഫിയറില് ക്യാപിറ്റൽ ക്യൂ ചാർജ് കൊണ്ടുണ്ടാവുന്ന പൊട്ടൻഷ്യൽ എത്രയാണ്? 1/4 pi. അപ്പൊ ഇതിനോടല്ലേ ക്യാപിറ്റൽ ആർ റേഡിയസ് ഉള്ളിടത്താണ്. അപ്പൊ നമുക്ക് അവിടെ ഇതിനോട് കൂടി എഴുതാം 1/4 pi epsilon 0 into ക്യാപിറ്റൽ ക്യൂ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ ആർ അല്ലെ. ഇനി ഈ ക്യാപിറ്റൽ ക്യൂ ചാർജ് വെച്ച് ഇവിടെ ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ എങ്ങനെ എഴുതാം? സ്മോൾ ക്യൂ ചാർജിന്റെ അവിടെ ഈ ചെറിയ സ്ഫിയറിൽ ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ എങ്ങനെ എഴുതാം? നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഇൻസൈഡ് ദ സ്ഫിയർ പൊട്ടൻഷ്യൽ റിമെയിൻസ് കോൺസ്റ്റന്റ് അല്ലെ. ഉള്ളില് ചാർജിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ എന്തൊരു സ്ഫിയറിന്റെ ഉള്ളില് അല്ലെങ്കിൽ സ്റ്റെല്ലിന്റെ ഉള്ളില് പൊട്ടൻഷ്യൽ എന്താണ്? കോൺസ്റ്റന്റ് ആണ്. ആ കോൺസ്റ്റന്റ് എന്ന് പറയുന്ന വാല്യൂ എന്തിന് ഈക്വലന്റ് ആയിരിക്കും? സർഫസിലെ പൊട്ടൻഷ്യലിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ അല്ലെ, സർഫസിലെ പൊട്ടൻഷ്യൽ എത്രയാണ്? 1/4 pi epsilon 0 into ക്യാപിറ്റൽ ക്യൂ ഡിവൈഡ് ബൈ ആർ. ഇനി ത്രൂ ഔട്ട് അല്ലെ, ഇപ്പൊ ഇവിടെ ഈ പൊട്ടൻഷ്യൽ ആണെങ്കിൽ ത്രൂ ഔട്ട് എല്ലായിടത്തും എന്താണ്? പൊട്ടൻഷ്യൽ കോൺസ്റ്റന്റ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ക്യാപിറ്റൽ ക്യൂ ചാർജ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ അപ്പൊ എങ്ങനെ വരും? സ്മോൾ സ്ഫിയറില് ചെറിയ സ്ഫിയറില് ക്യാപിറ്റൽ ക്യൂ ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ 1/4 pi epsilon 0 into ക്യാപിറ്റൽ ക്യൂ ഡിവൈഡഡ് ബൈ ആർ. ഓക്കെ, അപ്പൊ നമ്മള് എന്ത് ചെയ്തു? രണ്ടിടത്തെയും പൊട്ടൻഷ്യൽ എഴുതി. ഉള്ളിലത്തെ സ്ഫിയർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ സ്മോൾ ക്യൂ ചാർജ്, ഈ സ്മോൾ ക്യൂ ചാർജില് അല്ലെ ഈ ചെറിയ സ്ഫിയറിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ 1/4 pi epsilon 0 into q by r ആണ്. ക്യാപിറ്റൽ ക്യൂ ചാർജ് ഈ സ്മോൾ ക്യൂ ചാർജിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ എങ്ങനെ എഴുതാം? ക്യാപിറ്റൽ ക്യൂ ചാർജിന്റെ ആ വലിയ സ്ഫിയറിന്റെ സർഫസിലെ പൊട്ടൻഷ്യൽ എന്താണോ അത് തന്നെയായിരിക്കും എവിടെ? ഈ ചെറിയ സ്ഫിയറിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ. നമ്മൾ പഠിച്ചിരിക്കുന്ന ഏത് കോൺസെപ്റ്റ് ആണ്? പൊട്ടൻഷ്യൽ ഇൻസൈഡ് ദ സ്ഫിയർ റിമെയിൻസ് കോൺസ്റ്റന്റ് ആൻഡ് ഇറ്റ്സ് വാല്യൂ ഇസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ ഓൺ ദി സർഫസ്. ഓക്കെ, അത് തന്നെയാണ്. അപ്പൊ നമ്മൾ അങ്ങനെ എഴുതി, ഇതെഴുതി. ഇനി നമുക്ക് എഴുതാം എവിടുത്തെ പൊട്ടൻഷ്യൽ ആയിരിക്കും. ഇപ്പൊ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ വാല്യൂ രണ്ടിടത്തും എങ്ങനെയാണ്? സെയിം ആണ് ആണല്ലോ. ഇനി ഇവിടെയാണ് ഡിഫറൻസ് വന്നിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ രണ്ടിന്റെയും ചാർജ് എങ്ങനെയാണ്? സെയിം ആണ്. 1/4 pi epsilon 0 സെയിം ആണ്. സ്മോൾ ആർ ഉണ്ട്, ക്യാപിറ്റൽ ആർ ഉണ്ട്. അപ്പൊ എവിടുത്തെ പൊട്ടൻഷ്യൽ ആയിരിക്കും കൂടുതൽ? ഈ ഡിനോമിനേറ്റർ കൂടുതൽ ഇവിടെയല്ലേ? ഡിനോമിനേറ്റർ കൂടുന്തോറും ഇവിടുത്തെ പൊട്ടൻഷ്യൽ എന്തായിരിക്കും? കുറവായിരിക്കും. ഇപ്പൊ ചെറിയ സ്ഫിയറിലെ പൊട്ടൻഷ്യൽ അപ്പൊ എന്തായിരിക്കും? സ്മോൾ ആർ കുറവാണ് അല്ലെ, റേഡിയസ് കുറവാണ്, ഇവിടെ കുറവാണ്. അതുകൊണ്ട് ഇവിടുത്തെ പൊട്ടൻഷ്യൽ ആയിരിക്കും കൂടുതൽ. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് പറയാം V of R is greater than V of capital R. അപ്പൊ ഡിഫറൻസ് ഇൻ പൊട്ടൻഷ്യൽ എങ്ങനെയാ? ഡിഫറൻസ് ഇൻ പൊട്ടൻഷ്യൽ V of R minus V of capital R. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു അല്ലെ, ഇത് രണ്ടും ക്യാൻസൽ ആയി പോകും. രണ്ടും കൂടെ ഡിഫറൻസ് എടുക്കുമ്പോൾ ഇത് രണ്ടും പോയി. പിന്നെ ഈ ഫസ്റ്റ് ടേം മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. അപ്പൊ 1/4 pi epsilon 0 into small q divided by R minus 1/4 pi epsilon 0 into small q divided by capital R.
അപ്പൊ നമുക്ക് പുറത്തേക്ക് എടുത്ത് എഴുതാം അല്ലെ. കോൺസ്റ്റൻസ് എല്ലാം പുറത്തേക്ക് എടുത്ത് എഴുതിയാൽ 1/4 എപ്സിലൺ 0 ഇൻറ്റു ക്യൂവും കോൺസ്റ്റന്റ് ആണ് 1/r മൈനസ് 1/R എന്ന് എഴുതാം. ഓക്കെ, ഇത് അത്യാവശ്യം നന്നായിട്ട് അറിയണമെന്ന് ആഗ്രഹമുള്ളവര് നോക്കിയെന്ന് പഠിച്ചാൽ മതി. അപ്പൊ ഇവിടെ എന്താ വരിക, ഉള്ളിലത്തെ സ്ഫിയറിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് കറസ്പോണ്ടിങ് ആയിട്ട് പ്രോബ്ലംസ് ചിലപ്പോൾ ചോദിക്കാം. എൻട്രൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഉള്ളിലത്തെ സ്ഫിയറിലെ പൊട്ടൻഷ്യൽ എത്രയാണ്, പുറത്തെ സ്ഫിയറിലെ പൊട്ടൻഷ്യൽ എന്താണ്, ഡിഫറൻസ് ഇൻ പൊട്ടൻഷ്യൽ എന്താണ് എന്നൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനകത്തുനിന്ന് മനസ്സിലായി പൊട്ടൻഷ്യൽ ഓൺ ദ ഇന്നർ സ്ഫിയർ ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ദി പൊട്ടൻഷ്യൽ ഓഫ് ദ ഔട്ടർ സ്ഫിയർ. അപ്പൊ എന്താ ചെയ്യാ, ഇവയെ തമ്മിൽ ഒരു കണക്ടിങ് സ്ഫിയർ അല്ലെ, കണക്ടിങ് ഇത് വെച്ച് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, പൊട്ടൻഷ്യൽ കൂടിയ ഭാഗത്ത് നിന്ന് പൊട്ടൻഷ്യൽ കുറഞ്ഞ ഭാഗത്തേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ചാർജ് ഫ്ലോ നടക്കും. ഓക്കെ, അപ്പോ ഈ ചെറിയ സ്ഫിയറിൽ നിന്ന് വലിയ സ്ഫിയറിലേക്ക് ചാർജ് ഫ്ലോ ചെയ്ത് പോവാനുള്ള കാരണം എന്താന്ന് മനസ്സിലായല്ലോ. അപ്പൊ എന്തുവരും, ചെറിയ സ്ഫിയറിന്റെ പൊട്ടൻഷ്യൽ കൂടുതലാണ്, വലിയ സ്ഫിയറിന്റെ പൊട്ടൻഷ്യൽ കുറവാണ്. ആ ഡിഫറൻസ് ഇൻ പൊട്ടൻഷ്യൽ ഉള്ളത് കൊണ്ട് ചാർജ് എന്ത് ചെയ്യും, ട്രാൻസ്ഫേർഡ് ഫ്രം എന്താണ് സ്മോളർ സ്ഫിയർ ടു ലാർജർ സ്ഫിയർ. ഓക്കെ, അപ്പൊ ഇതാണ്. അപ്പൊ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക, ഇക്വേഷൻ വൈസ് എഴുതണമെങ്കിൽ അതൊന്ന് മനസ്സിലാക്കിയിരിക്കുക, എങ്ങനെയാണ് രണ്ടിടത്തെയും പൊട്ടൻഷ്യൽ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. Okay, I think this topic is clear for you. If you like this video, please subscribe and enable the bell button. Thank you.